കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെയാണ് നമ്മുടെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തന്മാർക്കെല്ലാം സന്തോഷത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണു. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ട് കണ്ണൻ്റെ കാൽക്കൽ വീണ്ടും 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 വീണ് നമസ്കരിക്കണം. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. നല്ലപോലെ എല്ലാവരും വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവപ്പ് പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് വലത് കയ്യിൽ ഓടക്കൊള്ളും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. ഉറക്കെ ഉറക്കെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ജപിക്കുക. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ 10 ഇരട്ടി 100 ഇരട്ടി 1000 ഇരട്ടി സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി ഉറക്കെ ഉറക്കെ വിളിച്ചോളൂ കണ്ണൻ്റെ തിരുനാമങ്ങൾ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അതുമാതിരി തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് ഉപദേശം കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും ജപിച്ചു തുടങ്ങിക്കോളൂ. യാതൊരു തരത്തിലും ഉപേക്ഷ വിചാരിക്കരുത്. ഉറക്കെ നല്ലപോലെ പ്രാർത്ഥിച്ച് ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.